നമസ്കാരം. നല്ലൊരു സൂര്യോദയമൊക്കെ കണ്ടിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസം ആരംഭിക്കേണ്ട രണ്ട് പുള്ളിക്ക് മീൻ മുറിക്കണ ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പോൾ കാണാത്തവരൊക്കെ എന്തായാലും ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബോട്ട് പയ്യെ ഇങ്ങനെ ആടിപ്പോയാണ്. അധികം റഫൊന്നുമില്ല കേട്ടോ, ചെറിയ രീതിയിലുള്ള ആയിപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതേ വല പിടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. വല പിടിച്ച് കയറ്റാൻ നേരത്ത് നമുക്ക് ഒരുപാട് ഉടക്കുകൾ ഇങ്ങനെ വലയിനകത്ത് കുടുങ്ങി കിട്ടോട്ടെ. അതുപോലെ വേറെ ഏതോ ആൾക്കാരുടെ വല നമ്മുടെ വലയിനകത്ത് കുടുങ്ങി കിടക്കണേ കണ്ട അത് വലിച്ച് കയറ്റി നമ്മുടെ വലയിൽ നിന്ന് ആ ഉടക്കിയ സാധനം എന്താണോ അതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് നമ്മുടെ വല മൊത്തത്തിൽ വലിച്ച് കയറണേട്ടാ. അപ്പോൾ അത് അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മുടെ കോടൻ്റ് പൊന്തി നിൽക്കണതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ കൂടുതൽ കയറി കഴിയുമ്പോഴാണ് കോടൻ്റ് പൊന്തിക്കണേട്ടാ. ഇഷ്ടംപോലെ കടൽക്കാക്കകൾ ഇങ്ങനെ പറന്നു വന്നിട്ടാ. അതിനകത്തുള്ള ചെറിയ ചെറിയ മീനുകളെ കഴിക്കാനായിട്ടാണ് ഇവന്മാർ പറന്നു തന്നെ. നമ്മുടെ ബോട്ടിന് ചുറ്റും ഇഷ്ടംപോലെ കടൽക്കാക്കകളുണ്ട്. അപ്പം പയ്യെ കുഞ്ഞു മീനുകൾ ഇതിനകത്ത് ഉടക്കിക്കണ് കുടഞ്ഞുടഞ്ഞ് കളയുമ്പോൾ അതിനെ കഴിക്കാനായിട്ടാണ് ഇവന്മാർ മെയിനായിട്ട് തന്നെ. അപ്പോൾ അതെ, കോടൻ്റ് നമ്മുടെ ബോട്ടിൻ്റെ അടുത്തേക്ക് എത്താറായി. ഇനി നേരെ കപ്പി കൊളുത്തി ഇത് മുകളിലേക്ക് ബോട്ടിലേക്ക് കയറ്റിടേണ്ടത്. പുള്ളി മുറിക്കണം എന്താണെന്ന് പലർക്കും അറിയാൻ പറ്റില്ല. അതായത് നമ്മുടെ വലയിനകത്ത് ഇഷ്ടംപോലെ മീൻ നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ഒറ്റയടിക്ക് ഇതിനെ പൊക്കി നമുക്ക് ബോട്ടിലേക്ക് കയറ്റാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഓരോരോ ഭാഗങ്ങളായിട്ടാണ് നമ്മൾ കയറ്റണം. ഇത് നമ്മൾ പൊട്ടിച്ചിട്ടതിന് ശേഷം വേണം അടുത്തത് വെള്ളത്തിൽ നിന്ന് ഇനി പൊക്കി കയറ്റാനായിട്ടാ. കണ്ട, ഇതുപോലെയാണ് നമ്മൾ പുള്ളി മുറിക്കണത്. ഇത്രയും തന്നെ നമ്മുടെ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്, കടലിനകത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വല കയറ്റി ഇത് പൊട്ടിച്ചിട്ടിട്ട് വേണം അടുത്ത വല, അതായത് ഒരു വല തന്നെ അത് ഓരോ ഭാഗങ്ങളാക്കി സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ബോട്ടിലേക്ക് കയറ്റി പൊട്ടിച്ചിരുന്നത്. കാരണം ഒറ്റയടിക്ക് കയറ്റി പൊട്ടിച്ചെടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിലാണ് അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പൊട്ടിച്ചിരുന്നത്. അതിനാണ് നമ്മൾ പുള്ളി മുറിക്കണം എന്ന് പറയുന്നത്. കിളിമീനയിലും കൂടുതൽ നമുക്ക് കിട്ടിയാണ് കലവയും കറുപ്പും ഉണ്ടാക്കണ്ട. അങ്ങനെ അടുത്ത പുള്ളി കയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട് ഈ കാണുന്ന.
രണ്ടാമത്തെ പുള്ളീനകത്ത് ഇഷ്ടം പോലെ ആരലുണ്ടായിട്ടാ. പാമ്പ് പോലെ കാണുന്ന മീനാണ് അത്. പാമ്പല്ല കേട്ടോ, ഒരു മീനാണ് ശരിക്കും. ഇത് നമ്മൾ തിരിയാൻ നേരത്തേക്ക് ഇതുപോലെ ഇടയൊക്കെ കിടക്കണ്ടാവും. അപ്പൊ പെട്ടെന്ന് നമ്മൾ നോക്കി ശ്രദ്ധിക്കാണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് പിടിച്ച് കടിക്കും. പട്ടി കടിക്കണ പോലെ കടിക്കോട്ടെ. ഇതിനെ കറി വെക്കാനൊക്കെ ഉപയോഗിക്കും. അതൊരു പാമ്പല്ല കേട്ടോ, ഒരു മീനാണ്. അപ്പൊ അതേ ആൻറ്റിച്ചേട്ടൻ എടുത്ത് തുറന്നത്തിന് നേരെ കടലിലേക്ക് കളയാനുണ്ട്. അപ്പോഴും ജീവനുണ്ട് കേട്ടോ സാധനത്തിന്. കണ്ട ഒരു നീരാളിക്കുട്ടൻ്റെ പയ്യപ്പ ഇങ്ങനെ ഇഴഞ്ഞു പോകണേണ്ട. അവൻ അങ്ങോട്ട് പിടിച്ചെടുക്കാം നമുക്ക്. നമ്മുടെ ഈ ഗ്രൗണ്ടിൽ മീൻ കിട്ടുന്നതിൻ്റെ പേരിൽ അപ്പം തന്നെ അടുത്ത വല നമ്മൾ ഇട്ടിട്ട. അപ്പം ഈ കിട്ടിയേക്കണ മീനെല്ലാം തിരിഞ്ഞ് ഓരോരോ ബോക്സിലേക്ക് ആക്കണം. എല്ലാ മീനുകളെയും തിരിഞ്ഞ് ബോക്സിലേക്ക് ആക്കിയിട്ട് വേണം നമ്മൾ നേരെ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യാനായിട്ടാ. അങ്ങനെ നമ്മൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അണ്ണന്മാർ സൈഡിൽ വന്നേട്ടാ വള്ളത്തിന് വന്ന്. അപ്പം ഇവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, വെയിലല്ല മഴയില്ല എന്ത് വന്നു കഴിഞ്ഞാലും അത് ഇവിടെ ഇരുന്ന് കൊള്ളണോട്ടാ. ഇവർ ഒഴുക്കുവലയുടെ പണിക്കാണ് പോണ. അവർ കറിക്ക് ചോദിച്ചാണ്ട നമ്മുടെ അടുത്ത് വന്ന് വലിയിട്ടിട്ട് വേണം ഇനി അവർക്ക് മീൻ കിട്ടാനായിട്ട്. അപ്പം നമുക്ക് കിട്ടിയിരുന്ന് കുറച്ച് മീൻ എടുത്തിട്ട് അവർക്ക് കൊടുത്തിട്ടാ. കടലിൽ അങ്ങനെയാണ്, എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാണ്ട പണിയെടുക്കണത് കണ്ട. അപ്പം ഇവർ നമ്മുടെ നാട്ടുകാരല്ല, അണ്ണന്മാരാണ്. അവർ താങ്ക്സ് ഒക്കെ പറഞ്ഞ് അവരങ്ങോട്ട് പോയിട്ടാ. ഈ വലയിനകത്ത് നമുക്ക് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്ന് ഉറപ്പിക്കുക ഉച്ചക്കലത്തേക്ക് കഴിക്കാനായിട്ട് ചെമ്മീനായിരിക്കുള്ളൂ. 2-3 ദിവസമായിട്ട് കിളിമീൻ തന്നെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം. കാരണം കിളിമീനാണല്ലോ കിട്ടണത്. ഇപ്പോഴാണ് ഈ വലയിനകത്ത് നമുക്ക് ഈ പറഞ്ഞ കറുപ്പും കലവയൊക്കെ കിട്ടിയത്. അപ്പം ഇന്ന് ഉച്ചക്ക് നമുക്ക് ചെമ്മീനായിരിക്കുള്ളൂ സ്പെഷ്യലി. അങ്ങനെ തിരിഞ്ഞ് ഓരോരോ മീനുകളെയും ഓരോരോ ബോക്സിലേക്ക് ആക്കിയിട്ടാ. അപ്പോൾ അവസാനം വന്ന ചെമ്മീനെയും അതുപോലെ ഈ പറഞ്ഞ ചെറിയ കണവയും കിനാവള്ളിയൊക്കെ നമ്മൾ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ മീനുകളെല്ലാം കഴുകിയതിന് ശേഷം സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യും. ഐസ് ചെയ്യേണ്ട ചെയ്യണത്. കഴുകിയ എല്ലാ മീനെയും നമ്മൾ സ്റ്റോർ റൂമിലേക്ക് ഇറക്കാനായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറഞ്ഞ കിളിമീനും ഉലുവാച്ചിയും പിന്നെ നമ്മുടെ കറുപ്പും കലവയും അങ്ങനെ കുറഞ്ഞ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നേരെ നമുക്ക് കുറച്ചൊക്കെ സ്റ്റോർ റൂമിലേക്ക് ഇറക്കി നേരെ നമുക്ക് സ്റ്റോർ റൂമിൻ്റെ ഉള്ളിൽ പോയിട്ട് ഐസ് ചെയ്യണം എങ്ങനെയാണെന്നൊന്ന് കണ്ടേച്ചും വരാം. ബോട്ടിന്റെ സ്റ്റോർ റൂമിന്റെ ഉള്ളിൽ ഓരോരോ കള്ളികൾ ഉണ്ടാവും. ഓരോരോ കള്ളികളിലാണ് നമ്മൾ മീനിടുന്നത്. മീനെടുത്ത് അതിന്റെ മുകളിൽ ഐസ് ചെയ്യോട്ടെ. ഇപ്പൊ നമുക്ക് കിട്ടിയ മീനുകൾ, അതായത് കണവയും കിളിമീനും പിന്നെ നമ്മുടെ ഈ പറഞ്ഞ കറുപ്പും എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചേക്കണ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. സ്റ്റോർ റൂമിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് മുകളിലേക്ക് കയറിയപ്പോഴേക്കും നമ്മുടെ വിൽസൺ അളിയൻ്റെ നമ്മുടെ വലയിനകത്ത് കിട്ടിയ നല്ല അടിപൊളി ചെമ്മീൻ ഉണ്ടല്ലോ, അത് വേവിച്ചുകൊണ്ടുവന്നിട്ടുണ്ട്, വെറുതെ പുഴുങ്ങിയെടുത്തുകൊണ്ടുവന്നിട്ടുണ്ട്. അത് പെട്ടെന്ന് നമുക്ക് കിള്ളാൻ വേണ്ടിയിട്ടാണ്. എന്ത് സാധനവും ഫ്രഷ് ആയിട്ട് കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നും ആയിരിക്കില്ല. നമ്മുടെ ഉല്ലാസേട്ടനും അതുപോലെ ഉണ്ണിച്ചേട്ടനും കൂടി ഇരുന്ന് ചെമ്മീൻ കിള്ളിക്കൊണ്ടിരിക്കേണ്ട.
കിള്ളി ഇടുന്ന ചെമ്മീനെ നമ്മുടെ അളിയൻ രണ്ടാക്കിയിട്ട് പാത്രത്തിലേക്ക് തന്നെ ഇടുന്നുട്ടാ. അങ്ങനെ കിള്ളി കട്ട് ചെയ്ത് 2 പീസൊക്കെ ആക്കി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പും മഞ്ഞപ്പൊടിയും അതുപോലെ മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കലാണ്. ചെമ്മീൻ ഉപ്പിൽ വയ്ക്കുമ്പോൾ നല്ല മണമായിരിക്കുള്ളൂ. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, ഉപ്പിൽ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ചാറ് കുറച്ചെടുക്കും. ആ ചാറിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും പിന്നെ വെളിച്ചെണ്ണയും ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ചോറിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ, അടിപൊളിയാണ്. എൻ്റെ അഭിപ്രായം പറയണേ. അടുക്കി പിടിക്കാത്ത രീതിയിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട. ചെമ്മീനിലുള്ള മൊത്തം വെള്ളം പറ്റി നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നേരെ ഇതെടുത്ത് മാറ്റിയാണ് മാറ്റിയിട്ട് അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വറക്കാനായിട്ടുള്ള പരിപാടിയുണ്ട്. ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. വറുത്തോണ്ടിരിക്കണതിൻ്റെ ഇടയിൽ തന്നെ ഒരു 1/2 കിലോ ചെമ്മീൻ ഞാൻ തീർത്തിട്ടുണ്ട്. അത് വേറെ കാര്യോട്ടെ. ചെമ്മീൻ അങ്ങനെ വറുത്തൊരു ലെവലാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോസ്റ്റ് ചെയ്യാനായിട്ട് സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കടലൊക്കെ പുഴ പോലെ കിടക്കേണ്ട. കുറച്ച് കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കഞ്ഞിവെള്ളം കൊണ്ടൊഴിക്കണം. അങ്ങ് ദൂരെ നോക്കിയപ്പോൾ ഒരു കറുത്ത കപ്പൽ പോകണുണ്ടോ? കറുത്ത കപ്പൽ പുക തള്ളി അങ്ങോട്ട് പോകണ്ട, ക്ലിയർ ആവണല്ല കണ്ടാ. അടുത്ത് ഇനി ഭക്ഷണം കഴിക്കാനുള്ള ടൈമാണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ ഉണ്ണിച്ചേട്ടൻ കറി എത്തണ രീതിയിൽ വിളമ്പി കൊടുത്തുകൊണ്ടിരിക്കേണ്ട.
എല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കാനാണ് നമ്മുടെ വല ഉടക്കിയപ്പോൾ തന്നെ എല്ലാവരും ഭക്ഷണം വെച്ചുകൊണ്ട് അങ്ങോട്ട് നേരെ ഓടി വല പിടിക്കാനായിട്ട്. കടലിൽ അങ്ങനെയുണ്ട്, സ്രാങ്ക് ഹോൺ അടിച്ച് അപ്പം തന്നെ നമ്മൾ വല പിടിക്കാൻ ഓടിക്കോണം. അപ്പോൾ അതെല്ലാം അടുത്തൊരു എപ്പിസോഡായിട്ട് കാണാം. വീണ്ടും ഒരു കിടിലൻ വീഡിയോ കാണാം. ടാറ്റാ.